അണ്ണല്ലൂർ സർവീസ് സഹകരണ ബാങ്കിനു വേണ്ടി മാള ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിലുള്ള 65 സെന്റ് ഭൂമി വിട്ടു നൽകുന്നത് വിവാദമാകുന്നു. സംഭവത്തിൽ പ്രതിഷേധവുമായി പ്രതിപക്ഷം. മാള പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിലെ ശൗചാലയം അടച്ചിട്ടതിൽ ജനങ്ങൾ ദുരിതത്തിൽ. മാള പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെ ശൗചാലയമാണ് ഒരാഴ്ചയായി അടച്ചിട്ടിരിക്കുന്നത്. കഴിഞ്ഞ 8 വർഷമായി വികസന പ്രവർത്തനങ്ങളിൽ ഏറ്റവും പുറകിൽ നിൽക്കുന്ന മണ്ഡലമായി കൊടുങ്ങല്ലൂർ മാറിയെന്ന് TU രാധാകൃഷ്ണൻ. സുനിൽകുമാർ MLAയുടെ വസതിയിലേക്ക് UDF മാർച്ച് നടത്തി. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. സഹകരണ ബാങ്കിനു വേണ്ടി പഞ്ചായത്തിന്റെ അധീനതയിലുള്ള ഭൂമി വിട്ടു നൽകുന്നത് വിവാദമാകുന്നു. മാള ഗ്രാമപഞ്ചായത്താണ് അണലൂർ സർവീസ് സഹകരണ ബാങ്കിനു വേണ്ടി പഞ്ചായത്തിന്റെ അധീനതയിലുള്ള 65 സെന്റ് ഭൂമി വിട്ടു നൽകാൻ തീരുമാനം എടുത്തിട്ടുള്ളത്. സംഭവത്തിൽ പ്രതിഷേധവുമായി പ്രതിപക്ഷം രംഗത്തെത്തി. അണ്ണല്ലൂർ സർവീസ് സഹകരണ ബാങ്കിന് വേണ്ടി മാള ഗ്രാമപഞ്ചായത്തിന്റെ കൈവശമിരിക്കുന്ന 65 സെന്റ് മേച്ചിൽ സ്ഥലം വിട്ടു നൽകാനുള്ള ഭരണസമിതി തീരുമാനമാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. 2021 ഭരണസമിതി 2 വട്ടം പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഈ വിഷയം അജണ്ടയായി ഉൾപ്പെടുത്തിയെങ്കിലും പ്രതിപക്ഷം അന്നും വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിയിരുന്നു. ഇക്കഴിഞ്ഞ ദിവസം ചേർന്ന ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ വീണ്ടും വിഷയം അജണ്ടയായി വന്നതോടെയാണ് പ്രതിപക്ഷം ശക്തമായി വയോജനക്കുറിപ്പുമായി രംഗത്തെത്തിയത്. ഭരണസമിതിയുടെ ഈ തീരുമാനം കേരള പഞ്ചായത്ത് രാജ് ആക്ട് 169, 218, 279 എന്നീ വകുപ്പുകൾ പ്രകാരം നിയമവിരുദ്ധമാണെന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി. ഗ്രാമപഞ്ചായത്തുകളുടെ അധീനതയിലും നിയന്ത്രണത്തിലുമുള്ള പുറമ്പോക്ക് സ്ഥലങ്ങളുടെ സംരക്ഷണം നിബന്ധനകൾ സംബന്ധിച്ച് സർക്കാർ ഉത്തരവുകൾ നിലനിൽക്കുമ്പോൾ ഗ്രാമപഞ്ചായത്തിന്റെ ആസ്തിയായിട്ടുള്ള 65 സെന്റ് ഭൂമി അണ്ണല്ലൂർ സർവീസ് സഹകരണ ബാങ്കിന് പട്ടയമായി വിട്ടു നൽകുന്നത് കൃത്യവിലോപമാണെന്നും പഞ്ചായത്തിന്റെ വഴിവിട്ട നീക്കത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് അംഗം ജിയോ ജോർജ് മീഡിയ ടൈമിനോട് പറഞ്ഞു. കാരണം ഇന്ന് എല്ലാവർക്കും അറിയാം, ഭൂരഹിതരായ ഒരുപാട് ജനങ്ങൾ സ്ഥലം കിട്ടാണ്ട് ചെറിയൊരു കൂര പണിയാൻ പോലും പറ്റാണ്ട് ജീവിക്കുന്ന ഒരുപാട് ജനങ്ങൾ നമ്മുടെ തന്നെ പഞ്ചായത്തിലുണ്ട്. അവർക്ക് വേണമെങ്കിൽ അതൊരു ഫ്ലാറ്റ്, അവിടെ വേണമെങ്കിൽ ഒരു ഫ്ലാറ്റ് പണിയാം. ഇത് പഞ്ചായത്തിന് ഒരു ആവശ്യങ്ങൾക്കും ഈ ഒരു ഭൂമി ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇത് അവർക്ക് പതിച്ചു കൊടുക്കാനായിട്ട് പഞ്ചായത്ത് ഭരണസമിതി കഴിഞ്ഞ 2021 തീരുമാനമെടുത്തത്. അന്ന് തന്നെ ഞങ്ങൾ വിയോജനം കൊടുത്തിരുന്നു. ഇപ്പോൾ വീണ്ടും സർക്കാരിൽ നിന്ന് വന്ന ഒരു കത്ത് പ്രകാരം അതിനൊരു മറുപടിയാണ് അവർ ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു സ്ഥലം എങ്ങനെയാണ് പഞ്ചായത്തിൽ നിക്ഷിപ്തമായത്? പഞ്ചായത്തിൻ്റെ അത് നിക്ഷിപ്തമായത് എന്ന് പറഞ്ഞാൽ അത് കന്നുകാലി മേച്ചിൽ സ്ഥലമാണ്, അത് പഞ്ചായത്തിൻ്റെ ഭൂമിയാണ്. എന്തെല്ലാം പ്രൊജക്റ്റുകളാണ് പഞ്ചായത്തിന് അവിടെ ചെയ്യാൻ പറ്റുക? ഇതെല്ലാം മറികടന്നുകൊണ്ട് ഒരു ധനകാര്യ സ്ഥാപനത്തിന് അത് വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞങ്ങൾ സമ്മതിക്കില്ല. അത് വിട്ടുകൊടുക്കാതിരിക്കാൻ ഏതറ്റം വരെയും ഞങ്ങൾ പോകും. പഞ്ചായത്തിന്റെ വിവിധ ആവശ്യങ്ങൾക്ക് സ്ഥലം ആവശ്യമാണെന്നിരിക്കെ 65 സെന്റ് മേച്ചിൽ സ്ഥലം ഗ്രാമപഞ്ചായത്ത് വികസന പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കാതെ സഹകരണ ബാങ്കിന് അന്യായമായി വിട്ടു നൽകുന്നത് ഗൂഢാലോചനയാണെന്നും പ്രതിപക്ഷാംഗങ്ങളായ യദുകൃഷ്ണ, നിത ജോഷി, അമ്പിളി സജീവ്, ലിസി സേവിയർ എന്നിവരും കൂട്ടിച്ചേർത്തു. മീഡിയ ടൈം, മാള. അണലൂർ സർവീസ് സഹകരണ ബാങ്കിന് ഭൂമി വിട്ടു നൽകാൻ ഗ്രാമപഞ്ചായത്ത് തീരുമാനിച്ചിട്ടില്ലെന്ന് വൈസ് പ്രസിഡന്റ് TP രവീന്ദ്രൻ മീഡിയ ടൈമിനോട് പറഞ്ഞു. സർക്കാർ നൽകിയ ചോദ്യത്തിന് മറുപടി പറയുക മാത്രമാണ് ഗ്രാമപഞ്ചായത്ത് ചെയ്തത്. മറ്റു വിവാദങ്ങൾ വേണ്ടെന്നും TP രവീന്ദ്രൻ കൂട്ടിച്ചേർത്തു. മാള ഗ്രാമപഞ്ചായത്തിലെ ഇന്നലെ ഉള്ള ഭരണസമിതി യോഗത്തിലൊരു അജണ്ട അണ്ണല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ഇരിക്കുന്ന ഭൂമിയുമായി ബന്ധപ്പെടുത്തിയാണ്. 2013 വരെ അവർ അതിൻ്റെ ഭാഗമായിട്ട് ലീസിലായിരുന്നു, അവർ അതിൻ്റെ പണം അടച്ചിരുന്നു. അതിനുശേഷം 2013 പഞ്ചായത്ത് അത് സ്വീകരിക്കാതായിരുന്നു. ഇത് സംബന്ധിച്ചുള്ള നേരത്തെയുള്ള ഇത് പ്രകാരം ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അതിൻ്റെ ഭാഗമായിട്ടൊരു ചോദ്യം വന്നിട്ടുണ്ട്. ഇത് ഏത് തരത്തിലുള്ള ഭൂമിയാണ്, വാങ്ങിയതാണോ അല്ലെങ്കിൽ ആരെങ്കിലും സംഭാവന ചെയ്തതാണോ അല്ലെങ്കിൽ ഏത് തരത്തിൽ കിട്ടിയതാണെന്നുള്ളൊരു ചോദ്യമാണ്. എത്ര വരെ നിങ്ങൾക്ക് അവരെ സഹായിക്കാം അല്ലെങ്കിൽ കൊടുക്കാൻ കഴിയും, ഈ ചോദ്യങ്ങൾ മാത്രമേ ഇതിലുള്ളൂ. അതിന് പഞ്ചായത്ത് ഭരണസമിതി എടുത്ത തീരുമാനം നിയമാനുസൃതം പരിശോധിച്ച് ഈ പറയുന്ന കാര്യങ്ങൾക്ക് മറുപടി കൊടുക്കാനേ തീരുമാനിച്ചുള്ളൂ. അത് വിവാദമാക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. പക്ഷെങ്കിൽ പോലും പഞ്ചായത്ത് ഇന്ന് വരെ അത് മുൻകൂട്ടി ഒരു തീരുമാനത്തിലേക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടില്ല. ഇതെല്ലാം തന്നെ പൊതുവായി എല്ലാം പരിശോധിച്ച് മാത്രമേ ഇതിലൊരു തീരുമാനം എടുക്കുള്ളൂ. അല്ലാതെയുള്ള വിവാദങ്ങളിലേക്ക് ആ കാര്യങ്ങൾ യാതൊരു പ്രസക്തിയും ഇതിൻ്റെ ഭാഗമായിട്ട് നിലനിൽക്കുന്നില്ല.
മാള പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിലെ ശൗചാലയം അടച്ചിട്ടതിനാൽ ജനങ്ങൾ ദുരിതത്തിൽ. മാള പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെ ശൗചാലയമാണ് ഒരാഴ്ചയായി അടച്ചിട്ടിരിക്കുന്നത്. സെപ്റ്റി ടാങ്ക് നിറഞ്ഞതാണ് അടച്ചിടാൻ കാരണമായി കരാറുകാരൻ അറിയിച്ചിട്ടുള്ളതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു പറഞ്ഞു. ശൗചാലയം തുറക്കാത്തതിനാൽ ബസ് സ്റ്റാൻഡിലെത്തുന്ന യാത്രക്കാരും നാട്ടുകാരും സ്വകാര്യ സ്ഥാപനങ്ങളെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ്. സ്ത്രീകളായ ചില യാത്രക്കാർ 200 മീറ്റർ ദൂരം പോയി പഞ്ചായത്ത് കാര്യാലയത്തിനകത്തെ ശൗചാലയത്തെയാണ് ആശ്രയിക്കുന്നത്. പുറത്തു നിന്നുള്ള യാത്രക്കാരാണ് കൂടുതൽ ദുരിതത്തിലായത്. മാളയിലെ ഏക പൊതു ശൗചാലയമാണ് ഒരാഴ്ചയായി അടച്ചിട്ടത്. ശൗചാലയത്തിന്റെ സെപ്റ്റി ടാങ്ക് നിറഞ്ഞതാണ് അടച്ചിടാൻ കാരണമായി കരാറുകാരൻ അറിയിച്ചിട്ടുള്ളതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു പറഞ്ഞു. മാള ഗ്രാമപഞ്ചായത്തിന്റെ ബസ് സ്റ്റാൻഡിലുള്ള ശൗചാലയം ഒരു 3-4 ദിവസമായിട്ട് തുറക്കാൻ സാധിച്ചില്ല. ഇവിടെ നോക്കുന്ന ആൾ വന്നതായിട്ട് പറഞ്ഞു അവിടുത്തെ ടോയ്ലറ്റ് നിറഞ്ഞു കിടക്കുകയാണ്. അടിയന്തരമായിട്ട് പെട്ടെന്ന് തന്നെ കമ്മിറ്റിയിൽ അജണ്ട വെച്ച് തീരുമാനമെടുത്തു അത് മാറ്റാനുള്ളത്. നമ്മൾ പുറമെയുള്ള ഒരാളുകൾക്ക് കൂടെ തന്നെ പല സ്ഥലങ്ങളിലും മാലിന്യം പല സ്ഥലങ്ങളിലും ജലാശയങ്ങൾ തള്ളി എന്നുള്ളൊരു പേര് ഉള്ളതുകൊണ്ട് ആ ഒരു ഇത് നമുക്ക് വരരുതെന്നുള്ള വിശ്വാസത്തിൻ്റെ പേരിൽ ഗവൺമെൻറ് ഏജൻസിയിലേക്ക് കൊടുക്കുക എന്നുള്ളതിൽ എടുക്കുന്ന ആളുകളെ ഏൽപ്പിക്കുക എന്നുള്ളതിലാണ് ഇന്നലെ നമ്മുടെ തൃശ്ശൂർ കോർപ്പറേഷനായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറഞ്ഞേക്കുന്നത്. എന്തായാലും ഇന്ന് വരാമെന്നാണ് ഏറ്റെടുത്തിരിക്കുന്നത്. കാലത്ത് വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല. എന്തായാലും നമ്മളത് ക്ലീൻ ചെയ്ത് തന്നെ കൊടുക്കാനാണ് പഞ്ചായത്ത് ഭരണസമിതി ഐക്യകണ്ഠേന തീരുമാനമെടുത്തേക്കുന്നത്. VR സുനിൽകുമാർ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 22.65 ലക്ഷം രൂപ അടങ്കൽ തുക അനുവദിച്ച് നിർമ്മിച്ച ശൗചാലയം 2020 സെപ്റ്റംബർ 23-നാണ് തുറന്നത്. ഉദ്ഘാടന ശേഷം വെള്ളമില്ലാത്തതിനാൽ പലപ്പോഴും അടച്ചിടേണ്ട അവസ്ഥയും ഉണ്ടായിട്ടുണ്ട്. മീഡിയ ടൈം, മാള. കഴിഞ്ഞ 8 വർഷമായി വികസന പ്രവർത്തനങ്ങളിൽ ഏറ്റവും പിറകിൽ നിൽക്കുന്ന മണ്ഡലമായി കൊടുങ്ങല്ലൂർ മാറിയെന്ന് TU രാധാകൃഷ്ണൻ. കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് പാലം മുതൽ കരൂപ്പടന പാലം വരെയുള്ള തകർന്ന റോഡുകൾ നന്നാക്കണമെന്നാവശ്യപ്പെട്ട് UDF സുനിൽകുമാർ MLAയുടെ വസതിയിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൊടുങ്ങല്ലൂർ തൃശൂർ പാതയിലെ പുല്ലുറ്റ് പാലം മുതൽ കരൂപ്പടന്ന പാലം വരെയുള്ള തകർന്ന റോഡുകൾ നന്നാക്കണമെന്ന് ആവശ്യപ്പെട്ട് UDF സുനിൽകുമാർ MLAയുടെ വസതിയിലേക്ക് നടത്തിയ മാർച്ച് 50 മീറ്ററിനകലെ പോലീസ് തടഞ്ഞു. തുടർന്ന് പ്രവർത്തകർ ധർണ നടത്തി. ധർണ KPCC ജനറൽ സെക്രട്ടറി TU രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് PV രമണൻ അധ്യക്ഷത വഹിച്ചു. നൌഷാദ് വാളൂർ, മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി രാജലക്ഷ്മി കുറുമാത്ത്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് OJ ജനീഷ്, ES സാബു, AR രാമദാസ്, ഹക്കീം ഇക്ബാൽ, ഷഗിൻ K മൊയ്തീൻ, TA നൌഷാദ്, യൂസഫ് പടിയത്ത്, സുജ ജോയ്, മായ രാമചന്ദ്രൻ, KG മുരളീധരൻ, KK ചിത്രഭാനു, PU സുരേഷ് കുമാർ, ജസിൽ അലങ്കാരത്ത്, കവിത മധു, സീവർ പങ്കേത്ത്, MS മുസമ്മിൽ, ദിൽഷൻ കൊട്ടേക്കാട്ട്, സനിൽ സത്യൻ, KS കമറുദ്ദീൻ, ഹക്കീം ഇക്ബാൽ എന്നിവർ പ്രസംഗിച്ചു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ചാലക്കുടി ട്രാംവേ മ്യൂസിയം ഇനിയും യാഥാർത്ഥ്യമായില്ല. സ്ഥലവും ഫണ്ടും അനുവദിച്ച് സജ്ജീകരണോദ്ഘാടനം വരെ നടത്തിയ മ്യൂസിയമാണ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും എങ്ങും എത്താതെ കിടക്കുന്നത്. ഗവൺമെന്റ് ITIക്ക് സമീപം ട്രാംവേയും വർക്ക്ഷോപ്പ് പ്രവർത്തിച്ചിരുന്ന സ്ഥലത്താണ് മ്യൂസിയം ഒരുക്കുന്നത്. 1901-ലാണ് ട്രാംവേയുടെ നിർമ്മാണം ആരംഭിച്ചത്. 1905-ൽ നിർമ്മാണം പൂർത്തീകരിച്ചു. കൊച്ചി രാജാവായിരുന്ന രാമവർമ്മ 15-ാമനാണ് ട്രാംവേ സ്ഥാപിച്ചത്. ബ്രിട്ടീഷുകാരുടെ റെയിൽവേ പാളത്തിന്റെ സാങ്കേതിക വിദ്യയും ജർമ്മൻ സാങ്കേതിക വിദ്യയിൽ തയ്യാറാക്കിയ എഞ്ചിനും സമന്വയിപ്പിച്ചാണ് ട്രാംവേ യാഥാർത്ഥ്യമാക്കിയത്. ജർമ്മൻ കമ്പനിയായ ഹോളൻസ്റ്റൈൻ ആൻഡ് കോപ്പൽ കമ്പനിയാണ് ട്രാംവേ എഞ്ചിൻ രൂപകൽപ്പന ചെയ്തത്. ചാലക്കുടി മുതൽ പറമ്പിക്കുളം വരെയുള്ള 49.5 കിലോമീറ്റർ വരെയായിരുന്നു ട്രാംവേ സർവീസ് നടത്തിയത്. ലോകമഹാത്ഭുതങ്ങളിൽ ഒന്നായിരുന്നു ട്രാംവേ. വനത്തിലെ തേക്കിൻ തടികൾ വിറ്റ് കൊച്ചി രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുകയായിരുന്നു ട്രാംവേ നിർമ്മാണത്തിലൂടെ കൊച്ചി രാജാവ് ലക്ഷ്യമിട്ടത്. ട്രാംവേയുടെ വരവോടെ ചാലക്കുടിയിൽ ടൗൺഷിപ്പ് രൂപപ്പെട്ടു. ആംഗ്ലോ ഇന്ത്യൻസ്, ലത്തീൻ, CSI, പ്രോട്ടസ്റ്റാന്റ്, റാവുത്തർ, തമിഴ് സംസാരിക്കുന്ന പട്ടന്മാർ തുടങ്ങിയ വിവിധ മതസമൂഹങ്ങൾ ചാലക്കുടിയിലെത്തിയത് ട്രാംവേ ജോലി സംബന്ധമായാണ്. റെയിൽവേ സ്റ്റേഷൻ പരിസരത്തുണ്ടായിരുന്ന തടി ഡിപ്പോയിലെ ജോലിക്കാരെ താമസിപ്പിക്കാനായാണ് വിജയരാഘവപുരം കോളനി തന്നെ ഉണ്ടാക്കിയത്.
1963 ട്രാംവേ പൂർണ്ണമായും നിർത്തലാക്കി. റെയിൽപാളങ്ങളും എഞ്ചിനടക്കമുള്ളവ ഇരുമ്പ് വിലയ്ക്ക് വിൽപ്പന നടത്തുകയും ചെയ്തു. ഇനിയും ബാക്കിയുള്ള അവശിഷ്ടങ്ങൾ സംരക്ഷിക്കാനും പുതുതലമുറകൾക്ക് പരിചയപ്പെടുത്താനും ഗവേഷണ വിദ്യാർത്ഥികൾക്കുമായാണ് ഇപ്പോൾ മ്യൂസിയം ഒരുക്കുന്നത്. മീഡിയ ടൈം, ചാലക്കുടി. ചാലക്കുടിയിലെ ഏജന്റ് മുഖേന റഷ്യയിലെത്തി കൂലിപ്പട്ടാളത്തിൽ ചേർന്നു കുടുങ്ങിയ മലയാളി യുവാക്കൾ സഹായം അഭ്യർത്ഥിക്കുന്ന വീഡിയോ പുറത്ത്. യുദ്ധത്തിൽ കൊല്ലപ്പെട്ട തൃക്കൂർ സ്വദേശി സന്ദീപിനോടൊപ്പം റഷ്യയിൽ ജോലിക്കെത്തി ചതിക്കപ്പെട്ടവരാണ് നാട്ടിൽ തിരിച്ചെത്താൻ സഹായം തേടുന്നത്. സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരമാവുമെന്ന പ്രതീക്ഷയിൽ റഷ്യയിലെത്തിയ യുവാക്കൾ ചതിക്കപ്പെട്ടതായും നാട്ടിലെത്താൻ സഹായിക്കണമെന്നും ആവശ്യം. ചാലക്കുടിയിലെ ഏജന്റ് വഴി റഷ്യയിലെത്തിയ 6 പേർ റഷ്യയുടെ കൂലിപ്പട്ടാളത്തിൽ ചേരേണ്ടി വന്നതായും ഇപ്പോൾ റഷ്യയിൽ കുടുങ്ങിയ അവസ്ഥയിലാണെന്നും പറയുന്നു. യുക്രൈനിൽ കൊല്ലപ്പെട്ട റഷ്യൻ സംഘത്തിലെ തൃക്കൂർ സ്വദേശി സന്ദീപ് ചന്ദ്രനൊപ്പം റഷ്യയിൽ എത്തിയവരാണ് ഇപ്പോൾ റഷ്യയിൽ അകപ്പെട്ടിരിക്കുന്നത്. കൊടകര കനകമല സ്വദേശി സന്തോഷ് ഷൺമുഖൻ, കുട്ടനെല്ലൂർ സ്വദേശി ബിനിൽ, മണലൂർ സ്വദേശി ജെയിൻ, എറണാകുളം കുറുമ്പശ്ശേരി സ്വദേശി റിനിൽ തോമസ്, കൊല്ലം മേയന്നൂർ സ്വദേശി സിബി തോമസ് എന്നിവരാണ് സംഘത്തിലുള്ളത്. റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ ചേർന്ന 5 പേരും നിലവിൽ തലസ്ഥാനമായ മോസ്കോയിൽ നിന്നും 1200 കിലോമീറ്ററിലധികം ദൂരമുള്ള ബഹ്മത് എന്ന സ്ഥലത്തെ പട്ടാള ക്യാമ്പിലാണുള്ളത്. യുദ്ധമുഖത്ത് തൽക്കാലം സുരക്ഷിതരാണെങ്കിലും എന്തും സംഭവിക്കാമെന്ന ആശങ്കയിലാണിവർ. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ് ഇവർ റഷ്യയിലെത്തിയത്. സൈന്യത്തിൽ ചേർന്നതോടെ വിവിധ സ്ഥലങ്ങളിലെ ക്യാമ്പുകളിലേക്ക് മാറേണ്ടി വന്നു. ചെറിയ ജോലികളാണെങ്കിലും ഉയർന്ന ശമ്പളം ലഭിക്കുമെന്നുള്ള വാഗ്ദാനത്തിൽ വിശ്വസിച്ചാണ് 6 പേരും റഷ്യയിലെത്തിയത്. ടൂറിസ്റ്റ് വിസയിൽ എത്തിയതിനു ശേഷമാണ് ഇവർക്ക് റഷ്യൻ പൗരത്വം എടുക്കണമെന്നും സൈന്യത്തിൽ ചേരണമെന്നും മനസ്സിലായത്. ഇക്കാര്യങ്ങൾ നാട്ടിലറിയിക്കാതെ പലരും രഹസ്യമായി സൂക്ഷിച്ചെങ്കിലും സന്ദീപിന്റെ മരണത്തോടെയാണ് പ്രശ്നങ്ങൾ ബന്ധുക്കൾ അറിയുന്നത്. റഷ്യയിൽ കുടുങ്ങിയ ഉറ്റവരെ നാട്ടിലെത്തിക്കണമെന്ന ആവശ്യവുമായി പലരുടെയും ബന്ധുക്കൾ വിദേശകാര്യ മന്ത്രാലയത്തിന് നിവേദനം നൽകിയിട്ടുണ്ട്. എന്നാൽ 2 രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര പ്രശ്നം കൂടിയായതിനാൽ ഇന്ത്യൻ എംബസിക്ക് വിഷയത്തിൽ ഇടപെടാൻ പരിമിതിയുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാർ തലത്തിൽ അടിയന്തര നീക്കം നടത്തണമെന്നും കുടുങ്ങിക്കിടക്കുന്നവരെ നാട്ടിലെത്തിക്കാൻ സഹായിക്കണമെന്നുമാണ് ബന്ധുക്കൾ ആവശ്യപ്പെടുന്നത്. യുദ്ധം നടക്കുന്നുണ്ടെങ്കിലും യൂറോപ്യൻ സാമ്പത്തിക ശക്തിയായ റഷ്യ യുവാക്കൾക്ക് വലിയ പ്രലോഭനമാണ്. ഹോട്ടൽ ജോലി, ഇലക്ട്രീഷ്യൻസ്, ഹൗസ് കീപ്പിംഗ്, ഗാർഡനിംഗ് തുടങ്ങിയ ജോലികൾക്കാണ് ഏജൻസികൾ ആളുകളെ റഷ്യയിലേക്ക് കൊണ്ടുപോകുന്നത്. സന്ദർശക വിസ, ഗസ്റ്റ് വിസ, ബിസിനസ് വിസ എന്നെല്ലാം പേരുകളിൽ വിസയും ഈ ഏജൻസികൾ സംഘടിപ്പിച്ചു നൽകുന്നുണ്ട്. റഷ്യയിലെത്തിയാൽ പൗരത്വം നേടാമെന്ന വലിയ പ്രലോഭനവും ഏജൻസികൾ മുന്നോട്ട് വയ്ക്കുന്നു. റഷ്യൻ പൗരത്വം നേടാനുള്ള വഴികളിലൊന്നാണ് സൈന്യത്തിൽ ചേരുന്നത്. റഷ്യയിൽ നിന്ന് വിവാഹം കഴിക്കുന്നവർക്കും അവിടെ ബിസിനസ് തുടങ്ങുന്നവർക്കും റഷ്യ പൗരത്വം അനുവദിക്കും. ഇത്തരത്തിൽ വിസ അനുവദിക്കുന്നവർക്ക് റഷ്യൻ യുവതികളുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്നതിനുള്ള രേഖകൾ വരെ നൽകുന്ന ഏജൻസികളുമുണ്ട്. ഈ ഏജൻസികൾ വഴി റഷ്യയിലെത്തുന്നവരിൽ ഭൂരിഭാഗവും അവിടെ എത്തിയ ശേഷമാണ് കാര്യങ്ങളുടെ നിജസ്ഥിതി മനസ്സിലാക്കുന്നത്. എന്നാൽ നാട്ടിലെ അവസ്ഥയും കുടുംബത്തിന്റെ സാമ്പത്തിക പരാധീനതകളും ഓർത്ത് അവിടെ തന്നെ തുടരാൻ നിർബന്ധിതരാവുകയാണ് പലരും. മീഡിയ ടൈം, തൃശൂർ. മനുഷ്യാവകാശ സംഘടനാ പ്രവർത്തകർ കൊടുങ്ങല്ലൂർ മാടവന അത്താണി സർക്കാർ ആശുപത്രി സന്ദർശിച്ചു. ആശുപത്രിയിലെത്തിയ ഹോപ്പ് സോഷ്യൽ മിഷൻ ഹ്യൂമൻ റൈറ്റ്സ് പ്രവർത്തകർ ആശുപത്രി സൂപ്രണ്ടുമായും ജീവനക്കാരും രോഗികളുമായും ആശയവിനിമയം നടത്തി. 2018 മുതലാണ് ആശുപത്രിയിലെ കിടത്തി ചികിത്സ നിർത്തിയത്. പ്രസവ ചികിത്സ ഉൾപ്പെടെയുള്ള കിടത്തി ചികിത്സകൾ മാടവന അത്താണി സർക്കാർ ആശുപത്രിയിൽ മുമ്പുണ്ടായിരുന്നതാണ്. 2018 മുതലാണ് ആശുപത്രിയിലെ കിടത്തി ചികിത്സ നിർത്തിയത്. തീരദേശ മേഖലയിലെ മത്സ്യത്തൊഴിലാളികളടക്കം 100 കണക്കിന് സാധാരണക്കാരായവരുടെ ഏക ആശ്രയ കേന്ദ്രമാണ് മാടവന സർക്കാർ ആശുപത്രി. 2020 ഈ ആശുപത്രി കുടുംബാരോഗ്യ കേന്ദ്രമാക്കി മാറ്റിയതോടെയാണ് ആശുപത്രി പ്രവർത്തനങ്ങളാകെ തകിടം മറിഞ്ഞത്. 350-ലേറെ രോഗികളാണ് ഇവിടെ ദിവസേന ചികിത്സ തേടിയെത്തുന്നത്. ഇവിടെ നിന്നും റഫർ ചെയ്യുന്ന കിടത്തി ചികിത്സ ആവശ്യമുള്ള രോഗികൾ ചികിത്സയ്ക്കായി കിലോമീറ്ററുകൾ താണ്ടി കൊടുങ്ങല്ലൂരിലും ഇരിങ്ങാലക്കുടയിലുള്ള സർക്കാർ ആശുപത്രികളിൽ എത്തേണ്ട സ്ഥിതിയാണുള്ളത്. എക്സ്റേ യൂണിറ്റ് ആകട്ടെ പ്രവർത്തനരഹിതമാണ്. ECG ടെസ്റ്റും നടക്കുന്നില്ല. സോഡിയം പരിശോധന നടത്താൻ ആഴ്ചയിൽ ഒരിക്കലാണ് ഡോക്ടറുടെ സേവനമുള്ളത്. ലാബുണ്ടെങ്കിലും ആവശ്യത്തിന് സ്റ്റാഫില്ലാത്തത് മൂലം ജീവനക്കാരും വിഷമത്തിലാണ്. ആശുപത്രിക്ക് മുന്നിൽ തന്നെ സ്വകാര്യ ലാബുള്ളതിനാൽ രോഗികളിലധികം പേരും ഈ ലാബിനെയാണ് ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ആശുപത്രിയിൽ 2018 വരെ ഉണ്ടായിരുന്ന തലസ്ഥിതി പുനഃസ്ഥാപിക്കണമെന്ന് മനുഷ്യാവകാശ സംഘടന ചെയർമാൻ EA ഹാരിസും ജനറൽ സെക്രട്ടറി ബിന്ദു ബിജുവും സംസ്ഥാന ആരോഗ്യവകുപ്പ് അധികൃതരോട് ആവശ്യപ്പെട്ടു.
ഇത് സംബന്ധിച്ച നിവേദനം മന്ത്രിക്ക് നൽകുമെന്ന് E.A. ഹാരിസ് പറഞ്ഞു. സംസ്ഥാന വൈസ് ചെയർമാൻമാരായ ഷെജിർ ചളിങ്ങാട്, ഷംസുദ്ദീൻ, ജോയിന്റ് സെക്രട്ടറി റോഷൻ റോയ്, മീഡിയ കോർഡിനേറ്റർ M.K. സുബ്രഹ്മണ്യൻ, സംസ്ഥാന കമ്മിറ്റി അംഗം സെയ്ഫുദ്ദീൻ, തൃശൂർ ജില്ലാ പ്രസിഡന്റ് നൌഷാദ് തളിക്കുളം, സെക്രട്ടറി എബി രാജു, ജോയിന്റ് സെക്രട്ടറി ഷറഫുദ്ദീൻ എന്നിവരും ആശുപത്രി സന്ദർശക സംഘത്തിലുണ്ടായിരുന്നു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. LDF കൺവീനർ സ്ഥാനത്ത് നിന്നും EP ജയരാജനെ നീക്കിയതോടെ പ്രതിപക്ഷം ഇതുവരെ ഉന്നയിച്ച ആരോപണങ്ങൾ ശരിയായെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. EP ജയരാജന് BJPയുമായി ബിസിനസ് ബന്ധമുണ്ടെന്ന പ്രതിപക്ഷ ആരോപണം ശരിയാണെന്ന് VD സതീശൻ തൃശൂരിൽ പറഞ്ഞു. കേരളത്തിലെ പ്രതിപക്ഷമാണ് ആരോപണം ഉന്നയിച്ചത്. കേരളത്തിലെ CPMന് BJPയുമായി ബന്ധമുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞങ്ങൾ LDFിൻ്റെ കൺവീനറായിരിക്കുന്ന കേന്ദ്ര കമ്മിറ്റി അംഗമായിരിക്കുന്ന EP ജയരാജന് BJPയിലെ കേന്ദ്രമന്ത്രിയായിരുന്ന രാജീവ് ചന്ദ്രശേഖറുമായിട്ട് ബന്ധമുണ്ടെന്നും പ്രകാശ് ജാവദേക്കർ കേരളത്തിൻ്റെ ചുമതലയുള്ള പ്രഭാരിയായിട്ട് ബന്ധമുണ്ടെന്നും ആക്ഷേപം ഉന്നയിച്ചത് കേരളത്തിലെ പ്രതിപക്ഷമാണ്. അന്ന് CPMും EP ജയരാജനും മുഖ്യമന്ത്രിയും ഈ ആരോപണം നിഷേധിച്ചു. ഇപ്പം അത് സത്യമാണെന്ന് തെളിഞ്ഞു. പ്രതിപക്ഷം പറഞ്ഞത് സത്യമാണെന്ന് തെളിഞ്ഞു. അദ്ദേഹം ത്യാഗപൂർണമായി ഒഴിയല്ലോ. അദ്ദേഹത്തിന് ഇപ്പോൾ എന്തുകൊണ്ടാണ് CPM ഈ വിഷയം പറഞ്ഞ് അദ്ദേഹത്തെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നതെന്ന് എനിക്കറിയില്ല. അത് അവരുടെ ആഭ്യന്തര കാര്യം. പക്ഷേ അദ്ദേഹത്തിനും മാത്രമല്ല കേരളത്തിലെ CPMന് BJPയുമായി തെറ്റായ ബന്ധമുണ്ട്, ബിസിനസ് ബന്ധമുണ്ട് എന്ന് ഞങ്ങൾ ആരോപണം ഉന്നയിച്ച ആരോപണം ശരിയാണെന്നാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. ഇനി നാട്ടിൽ നടന്നത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ലാൻഡ് കമ്മീഷൻ ഏജന്റ് യൂണിയൻ സർക്കാരിന് നിവേദനം സമർപ്പിക്കുന്നതിന്റെ ഭാഗമായി ജില്ലാ സമ്മേളനം സംഘടിപ്പിച്ചു. മാളയിൽ നടന്ന സമ്മേളനം ബെന്നി ബെഹന്നാൻ MP ഉദ്ഘാടനം ചെയ്തു. KLCA ജില്ലാ പ്രസിഡന്റ് EM വിൻസെന്റ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് NK ജ്യോതിഷ് കുമാർ, ജനറൽ സെക്രട്ടറി R വിഷ്ണു പ്രസാദ്, ജില്ലാ ജനറൽ സെക്രട്ടറി MP കുട്ടൻ, CM ജാഫർ ഖാൻ, TK ഉമ്മർ, KM ബീരാൻ, സുനിൽ കുമാർ തച്ചിലത്, PA സത്യൻ, VN വേണുഗോപാൽ, AT മുഹമ്മദ് അലി എന്നിവർ പങ്കെടുത്തു. പീച്ചാനിക്കാട് സെന്റ് പീറ്റേഴ്സ് കിഴക്കേ പുത്തൻപള്ളിയിൽ വിശുദ്ധ സ്ലീബ പെരുന്നാളിന്റെ പഞ്ചസാര മണ്ട നേർച്ചയ്ക്ക് ആവശ്യമായ മണ്ടയുടെ നിർമ്മാണം ആരംഭിച്ചു. വികാരി വർഗീസ് അരിക്കൽ കോറെപ്പിസ്കോപ്പയുടെ നേതൃത്വത്തിലാണ് നിർമ്മാണം നടക്കുന്നത്. പൂവത്തുശ്ശേരി മരിയൻ തുരുത്ത് തീർത്ഥകേന്ദ്രത്തിൽ പരിശുദ്ധ ആരോഗ്യമാതാവിന്റെ തിരുനാളിന് കൊടിയേറി. കൊടിയേറ്റത്തിന് മുന്നോടിയായി 3 മുറി ജപമാല പ്രദക്ഷിണം നടന്നു. അമ്പഴക്കാട് ഫൊറോന വികാരി ഫാദർ സെബി നടവരമ്പൻ കൊടിയേറ്റം നിർവഹിച്ചു. തുടർന്ന് ലതീഞ്ഞ്, നൊവേന, കുർബാന, സന്ദേശം, നേർച്ചക്കഞ്ഞി എന്നിവ വിതരണം ചെയ്തു. സെപ്റ്റംബർ 8 ഞായറാഴ്ചയാണ് തിരുനാൾ. സർവമത സമ്മേളനത്തിന്റെ 100ാം വാർഷികത്തിന്റെ ഭാഗമായി പുരോഗമന കലാസാഹിത്യ സംഘം മാള ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെപ്റ്റംബർ 10 മാളയിൽ നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിന്റെ വിജയത്തിനായി സംഘാടക സമിതി രൂപീകരിച്ചു. മാള ഓണേഴ്സ് കോളേജിൽ നടന്ന സംഘാടക സമിതി യോഗം CPIM മാള ഏരിയ സെക്രട്ടറി TK സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. അതുപോലെ കേരളത്തിലെ പ്രഗത്ഭരായ EMS അടക്കമുള്ള നിരവധി ആളുകളുടെ പോരാട്ടം, കേരളത്തിലെ ജാതി മതവിദ്വേഷത്തിനെതിരായി പോരടിച്ചുകൊണ്ടാണ് ഇന്ന് കേരളം ഈ നിലയിൽ എത്തുന്നത്. ഞാൻ അതിൻ്റെ ദീർഘമായി പറയുന്നില്ല, കാരണം വൈകി എന്നത്. അപ്പം ആ ദീർഘമായി എത്തി നിൽക്കുമ്പോഴും വീണ്ടും പുനഃസ്ഥാപിക്കാൻ പുതിയ രീതിയിൽ, പുതിയ ഭാവത്തിൽ മതത്തെ, ജാതിയെ കൂടുതൽ ശക്തിപ്പെടുത്താൻ ചില ശക്തികൾ സർക്കാരിൻ്റെ ഭരണപരമായ അധികാരങ്ങളെ കൂടി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നടക്കും. വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ രമ രാഘവൻ അധ്യക്ഷത വഹിച്ചു. M രാജേഷ്, ഉണ്ണികൃഷ്ണൻ കുറ്റിപ്പറമ്പിൽ, CR പുരുഷോത്തമൻ, ജയരാമൻ, PK കിട്ടൻ, ഷീബ തുടങ്ങിയവർ സംസാരിച്ചു.
കൊടുങ്ങല്ലൂർ കാട്ടാക്കുളത്ത് കാറിൽ സഞ്ചരിക്കുകയായിരുന്ന ഡോക്ടറെ പിന്തുടർന്ന് ആക്രമിക്കാൻ ശ്രമം. ഇരിഞ്ഞാലക്കുടയിലെ സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർക്ക് നേരെയാണ് ആക്രമണ ശ്രമം ഉണ്ടായത്. ഇന്നലെ രാത്രി 11 മണിയോടെ മാടവന കാട്ടാക്കുളത്തിന് വടക്ക് ഭാഗത്താണ് സംഭവം. 2 കാറുകളിലായി എത്തിയ അക്രമി സംഘം ഡോക്ടറുടെ കാറിനെ പിന്തുടർന്നാണ് അക്രമത്തിന് ശ്രമിച്ചത്. ഇതിനിടെ കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ചതിനെ തുടർന്ന് പരിസരവാസികൾ കൂടിയതോടെ ഒരു കാർ ഉപേക്ഷിച്ച് അക്രമി സംഘം രക്ഷപ്പെടുകയായിരുന്നു. സംഘം ഡോക്ടറെ പിന്തുടർന്നതിന്റെ കാരണം വ്യക്തമല്ല. കൊടുങ്ങല്ലൂർ പോലീസ് അന്വേഷണം നടത്തുന്നു. സന്യാസം എന്നത് ഒന്നിലും ഇടപെടാതിരിക്കുന്ന അവസ്ഥയല്ല, മറിച്ച് കുറെ കൂടി സമഗ്രതയിലും സഹിഷ്ണുതയിലും സമൂഹത്തിൽ ഇടപെടേണ്ട ഉത്തരവാദിത്തമാണെന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തന്നത് ശ്രീ നാരായണ ഗുരുവാണെന്ന് സ്വാമി ധർമ്മചൈതന്യ അഭിപ്രായപ്പെട്ടു. പുരോഗമന കലാസാഹിത്യ സംഘം കൊടുങ്ങല്ലൂർ മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച സർവമത സമ്മേളനത്തിന്റെ 100ാം വാർഷികം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രശസ്ത സാഹിത്യകാരൻ അശോകൻ ചരുവിൽ അധ്യക്ഷത വഹിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കയ്പമംഗലത്ത് മുസ്ലിം ലീഗ് മുന്നേറ്റത്തിന് ആഹ്വാനം ചെയ്ത് ഒരുക്കം. എക്സിക്യൂട്ടീവ് മീറ്റ് നടന്നു. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് CA മുഹമ്മദ് റഷീദ് മുഖ്യാതിഥിയായി. SA സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് PK മുഹമ്മദ്, ജനറൽ സെക്രട്ടറി KM ഷാനിർ, TK ഉബൈദു, അബ്ദുൽ കരീം മൗലവി, CA ജലീൽ, PA മൊയ്തു, K അഷ്റഫ്, സെയ്ദു ഹാജി പുത്തൻകുളം, സെക്രട്ടറിമാരായ സലീം പുറക്കുളം, KK സഗീർ, KM നിഷാദ്, PM സൈനുദ്ദീൻ, വനിതാ ലീഗ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് OS നഫീസ എന്നിവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. അണ്ണല്ലൂർ സർവീസ് സഹകരണ ബാങ്കിനു വേണ്ടി മാള ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിലുള്ള 65 സെന്റ് ഭൂമി വിട്ടു നൽകുന്നത് വിവാദമാകുന്നു. സംഭവത്തിൽ പ്രതിഷേധവുമായി പ്രതിപക്ഷം. മാള പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിലെ ശൗചാലയം അടച്ചിട്ടതിൽ ജനങ്ങൾ ദുരിതത്തിൽ. മാള പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെ ശൗചാലയമാണ് ഒരാഴ്ചയായി അടച്ചിട്ടിരിക്കുന്നത്. കഴിഞ്ഞ 8 വർഷമായി വികസന പ്രവർത്തനങ്ങളിൽ ഏറ്റവും പുറകിൽ നിൽക്കുന്ന മണ്ഡലമായി കൊടുങ്ങല്ലൂർ മാറിയെന്ന് TU രാധാകൃഷ്ണൻ. സുനിൽകുമാർ MLAയുടെ വസതിയിലേക്ക് UDF മാർച്ച് നടത്തി. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.